അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. യഹ്യ റോഡ്സുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പേരോട് ഉസ്താദ് പറഞ്ഞതും കുരുവട്ടൂരികൾ കേട്ടതും എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കേണ്ടതുണ്ട്. ആദ്യം നമുക്ക് പേരോട് ഉസ്താദിന്റെ പ്രഭാഷണം ഒന്ന് കേൾക്കാം. അതിനുശേഷം കുരുവട്ടൂരികൾ കേട്ടതെന്താണെന്ന് നോക്കാം. ഖുതുബ അറബി അല്ലാത്ത ഭാഷയിൽ നിർവഹിക്കുക, അത് പഴയ കാലത്ത് ആരും കേൾക്കാത്തതാണ്. അതുകൊണ്ടാണ് ഫത്ഹുൽ മുഈനിൽ ഖുതുബ അറബിയിലായാലേ ജുമുഅ സഹീഹാവുകയുള്ളൂ. ഇത്തിബാഇ സലഫി വൽ ഖലഫ്, മുൻഗാമികളും പിൻഗാമികളുമായ മുസ്ലിമീങ്ങൾ അങ്ങനെയാണ് നിർവഹിച്ചത് എന്ന് പറഞ്ഞു. ഇതുപോലെ കമാ ജറാ അലൈഹിൻ നാസ് ലിമാ ജറാ അലൈഹിൻ നാസ് എന്നൊക്കെ ഇമാം മഹല്ലി റളിയല്ലാഹു അൻഹു, അതുപോലെ ഇമാം റാഫിഈ റളിയല്ലാഹു അൻഹു ഒക്കെ പറഞ്ഞതായി കാണാം. സർവ്വ മുസ്ലിമീങ്ങളും നടന്നു വന്നത് അങ്ങനെയാണ്, അറബിയിൽ മാത്രമുള്ള ഖുതുബ. അത് ഭാഷ മാറ്റണം എന്നൊരാൾ പറഞ്ഞാൽ അത് വലിയ അപകടം പിടിച്ച വാദമാണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് തന്നെ ഈ കേരളത്തിൽ ചില ആളുകൾ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലുള്ള ചില ഉദ്ധരണികൾ തെറ്റിദ്ധരിച്ച് അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിച്ച് പുതിയ ഒരു ആചാരം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചപ്പോ നിങ്ങളെ തൊട്ടടുത്തുള്ള കാസർഗോഡ് പുണർപ്പയിൽ ഒരു യോഗം ചേർന്ന് അവിടെ വെച്ച് ഖുതുബ മനസ്സിലാകുന്നില്ല, ഖുതുബ മനസ്സിലാകണം, വൽഹഖു അൻ തകൂന മഫ്ഹൂമാ, സത്യം അത് മനസ്സിലാകണം എന്നാണ്. അതുകൊണ്ട് തുർശിദു ഹാദിഹിൽ ജംഇയ്യ, ഈ സംഘടന ജനങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു, അവർ ഖുതുബ അവരവരുടെ നാട്ടിലെ ഭാഷയിലാക്കി നിർവഹിക്കണം എന്ന് KM മൗലവി എന്ന് പറയുന്ന വലിയ കുഴപ്പം ഇസ്ലാമിൽ കേരളത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ച മൗലവി പ്രമേയം പാസാക്കി. അതനുസരിച്ച് ചില ആളുകൾ അവർ കൂടുതൽ സൂക്ഷ്മതയുള്ള പണ്ഡിതന്മാരായിരുന്നു, സൂക്ഷ്മമായി പഠിച്ചവരുമായിരുന്നു. അങ്ങനെയുള്ള ചില പണ്ഡിതന്മാർ ചില പള്ളികളിൽ ഖുതുബ അറബിയല്ലാത്ത ഭാഷയിൽ പറയുന്ന സ്വഭാവമുണ്ടായി. മഹാനായ ശംസുൽ ഉലമാ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ റളിയല്ലാഹു അൻഹു ഈ കേരളത്തിലെ വലിയ വലിയ തലയെടുപ്പുള്ള ആലിമീങ്ങളുടെ ഒക്കെ ഗുരുവര്യരാണ്. മഹാനവറുകളുടെ നേതൃത്വത്തിൽ സമസ്ത കേരള ജമീഅത്തുൽ ഉലമയുടെ സമ്മേളനം, ആ സമ്മേളനത്തിൽ പ്രമേയം അവതരിപ്പിച്ച് പാസാക്കി ഖുതുബ അറബിയല്ലാത്ത ഭാഷയിൽ നിർവഹിക്കുന്നത് ബിദ്അത്തുൻ മുൻകറത്തുൻ, നിഷിദ്ധമായ അനാചാരമാണ്, അതിലാരും പെട്ടുപോകാൻ പാടില്ല. അപ്പോൾ പിന്നെ കൂടുതൽ വിവരമില്ലാത്ത ചിലർ തുടങ്ങിയവരൊക്കെ അത് നിർത്തി അങ്ങനെ പഴയകാലം പോലെ തന്നെ അറബിയിൽ ഖുതുബ നിർവഹിക്കാൻ തുടങ്ങി. 1918 മരിച്ചുപോയൊരു ഹാജി അബ്ദുള്ള സേട്ട് എന്നൊരു മനുഷ്യനുണ്ടായി. കൊച്ചി മട്ടാഞ്ചേരിയിൽ ഒരു പുതിയ പള്ളി നിർമ്മിച്ചിട്ട് അവിടെയാണ് കേരളത്തിൽ ആദ്യമായി മലയാളത്തിൽ ഖുതുബ നിർവഹിച്ചത്. ലോകാടിസ്ഥാനത്തിൽ കേരളം ഒഴിച്ചു പറഞ്ഞാൽ 1936 കാലത്ത് ഉണ്ടായിരുന്ന മുസ്തഫ കമാൽ പാഷ എന്ന് പറയുന്ന വ്യക്തി തുർക്കിയിൽ ഖുതുബ മാത്രമല്ല ബാങ്കടക്കം നിസ്കാരമടക്കം അദ്ദേഹം തുർക്കി ഭാഷയിലാക്കി മാറ്റി. അതിനു മുമ്പ് ലോകത്തെവിടെയും ഖുതുബ അറബിയല്ലാത്ത ഭാഷയിൽ നിർവഹിക്കുന്ന പതിവ് ഇല്ല. അതുകൊണ്ടാണ് ഫത്ഹുൽ മുഈനിൽ ഇത്തിബാഇ സലഫി വൽ ഖലഫി എന്ന് പറഞ്ഞത്. എന്നാൽ സുഹൃത്തുക്കളെ, ചിലർ യൂറോപ്യൻ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ കൂടുതൽ അറിവില്ലാത്ത ഇസ്ലാമിലേക്ക് പുതുതായി കടന്നു വരുന്ന ആളുകൾ, അവര് കൂടുതൽ വിവരമില്ലാത്തത് കൊണ്ട് ഏതെങ്കിലും ഒരാൾ അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിച്ച് ഖുതുബ അറബിയല്ലാത്ത ഭാഷയിൽ നിർവഹിച്ചു പോയി എന്നതിനാൽ അത് ചൂണ്ടിക്കാണിച്ച് സുബ്ഹാനല്ലാഹ് ഖുതുബ ലോകത്തൊട്ടാകെ അറബിയല്ലാത്ത ഭാഷയിലാണ് നിർവഹിക്കുന്നത് എന്ന് പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കുന്നവരെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഒരാളെ പറ്റി നല്ലതേ വിചാരിക്കാൻ പാടും. പരിശുദ്ധ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസപ്രകാരമുള്ള നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന അതായി കണ്ട ഒരാൾ അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തെ സംബന്ധിച്ച് അന്വേഷിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടാവില്ലല്ലോ. അല്ലാത്ത ജസ്സൂദല്ലേ ഖുർആൻ പറഞ്ഞത്, ചുഴന്നന്വേഷിക്കരുത്. അങ്ങനെ ഒരാളെ സംബന്ധിച്ച് നല്ലത് വിചാരിച്ച്, പക്ഷെ അദ്ദേഹത്തിന്റെ കൂടുതൽ ആഴത്തിലുള്ള അറിവില്ലാത്തത് കൊണ്ട്
അദ്ദേഹം ഏതോ സമയത്തോ ഏതോ ദിവസമോ അറബിയല്ലാത്ത ഭാഷയിൽ ഖുത്ബ നിർവഹിച്ചു പോയ ഒരാളെ നമ്മൾ ഏതെങ്കിലും സ്റ്റേജിൽ കൊണ്ടുവന്നാൽ അദ്ദേഹം ഖുത്ബ അറബിയിൽ ഓതുന്ന ആളല്ല എന്ന് അറിഞ്ഞുകൊണ്ടല്ല കൊണ്ടുവന്ന് പിന്നെ കുറെ ദിവസം കഴിയുമ്പോഴാണ് വിവരം അറിയുന്നത്. അപ്പോഴേക്ക് പിന്നെ ഇതാ സുന്നത്ത് ജമാഅത്തിന്റെ ആശയമൊക്കെ മാറ്റിയിരിക്കുന്നു സുന്നികള് എന്ന് പറയുന്ന കബളിപ്പിക്കുന്ന കക്ഷികളെ കാണാം. അത് വഞ്ചനയാണ്, കബളിപ്പിക്കലാണ്, ദജ്ജാലൂന. അതേ സമയത്ത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നയങ്ങൾക്കോ ആശയങ്ങൾക്കോ നിയമങ്ങൾക്കോ ഒരു മാറ്റവും ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവുകയില്ല. ഏതെങ്കിലും അറിവില്ലാത്ത കക്ഷികൾ അറിവ് ഇല്ലാത്തവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരെ തിരുത്തുക എന്നല്ലാതെ അവരെ ദുഷിക്കുക എന്നതല്ലല്ലോ നമ്മുടെ രീതി. ഞാൻ പറഞ്ഞു വരുന്നത് ദജ്ജാലൂനാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കബളിപ്പിക്കുന്നവരാണ്. ഒരൽപ്പ ദിവസം എന്നോടുള്ള ഒരാൾ പറഞ്ഞു, നിങ്ങൾ മുജാഹിദിന് മയ്യിത്ത് നിസ്കരിച്ചു എന്ന് പറഞ്ഞൊരു പ്രചരണം. സുബ്ഹാനല്ലാഹ്, ഞാനങ്ങനെ ഒരു മുജാഹിദ് ഇനി മയ്യിത്ത് നിസ്കരിച്ചത് എന്റെ ഓർമ്മയിൽ ഇല്ല. എനിക്ക് അതിന്റെ ആവശ്യമില്ല. അവൻ മയ്യിത്ത് നിസ്കരിച്ചിട്ട് എന്താ കാര്യം? അവന്റെ ഭാഷയിൽ ഞാൻ മുസ്ലിമേ അല്ല, ഞാൻ മുശ്രിക്കാണ്, ഞാൻ അമുസ്ലിമാണ് അവന്റെ ഭാഷ. ശരിക്കും പരസ്യമായിട്ട് പറഞ്ഞില്ല, മുജാഹിദിന്റെ മുകളിൽ പേരോട് കാഫറാണ്. അപ്പോ ഈ അവന്റെ ഭാഷയിൽ കാഫറായ ഞാൻ അവന് മയ്യിത്ത് നിസ്കരിച്ചിട്ട് അവനെന്ത് കാര്യമുള്ളത്? എനിക്കെന്ത് കാര്യമുള്ളത്? അതേ സമയത്ത് നമ്മളൊരു മയ്യിത്ത് നിസ്കരിക്കുന്നത് കണ്ടാൽ ബാക്കിൽ പോയിട്ട് തുടർന്ന് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അതേ മുജാഹിദാനു എന്ന് പറഞ്ഞാൽ കിടക്കട്ടെ അവിടെ എന്ന് വിചാരിക്കുന്നതിനാണ്. എന്താക്കാനാ? നമ്മളിപ്പോ ഓരോ മയ്യത്തിനെ സംബന്ധിച്ചും അവന്റെ എല്ലാ ID കാർഡും എടുത്ത് അവൻ ഏത് പള്ളിയിലാ പോലെ, ഏത് മദ്രസയിലാ പോലെ, ഓനെന്താ വിശ്വാസം, ഓനേതാ സർട്ടിഫിക്കറ്റ് നോക്കിയിട്ടാണോ ഒരാൾക്ക് മയ്യിത്ത് നിസ്കരിക്കുക? അങ്ങനെ ഏതോ സംഭവം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു വരുന്നത് മനഃപൂർവ്വം ഞാനങ്ങനെ ഒരു മയ്യിത്ത് നിസ്കാരം നിർവഹിച്ചിട്ടില്ല. ഇത് ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടി, ഇസ്ലാം ദീനെ നശിപ്പിക്കാൻ വേണ്ടി കബളിപ്പിക്കുന്ന കക്ഷികൾ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലക്ഷണം പറഞ്ഞത്, ദജ്ജാലൂന, കബളിപ്പിക്കുന്നവരാണ്. മറ്റൊരു ലക്ഷണം പറഞ്ഞു, കദ്ദാബൂന, ധാരാളം കളവ് പറയും, കളവേ പറയൂ. 1980 ഒരു അൽമനാർ പത്രം, അതിൽ പറയുന്നു, എന്താ പറയുന്നതെന്ന് അറിയോ? നമ്മൾ വിശ്വസിക്കുന്നു എന്നാ പറയുന്നത്. എന്ത് വിശ്വസിക്കുന്നു? അള്ളാഹു ഒരു ദിവസത്തിൽ വെള്ളത്തിൽ വീണു. ആ അൽമനാറിൽ അവരെ എഴുതി വെച്ചത് അള്ളാഹു വെള്ളത്തിൽ വീണു. എന്നിട്ട് യാ ഗൗസ് മുഹീദ്ദീൻ വിളിച്ചിട്ട് മുഹീദ്ദീൻ ശൈഖ് അള്ളാഹിനെ രക്ഷപ്പെടുത്തി എന്ന് വിശ്വസിക്കുന്നവരാണ് സുന്നികൾ എന്ന് അൽമനാറിൽ എഴുതി വെച്ച അൽമനാർ ഒറിജിനൽ കോപ്പി ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. ഞാൻ കൂത്തുപറമ്പിൽ വെച്ച് പ്രസംഗിക്കുമ്പോ ഞാൻ ആ വിഷയം എടുത്ത് പ്രസംഗിച്ച് പഴയ കാലം. അപ്പോ ഒരുത്തം പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ എഴുതിയിട്ടുണ്ട്, ഫോട്ടോ കോപ്പി ഒന്നും പോലെ ഒറിജിനൽ കാണുന്നില്ല. ഞാൻ കാറും എടുത്തു പോയി എന്റെ നാട്ടിലേക്ക് 10-30 കിലോമീറ്റർ. എന്നിട്ട് ആ ഒറിജിനൽ അൽമനാർ കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തു. അവൻ അതുകൊണ്ട് നന്നായിട്ടൊന്നുമില്ല, അവൻ തീരെ ബടക്കാകുകയാണ്. അവൻ അതിനേക്കാൾ ബടക്കാകുകയാണ്. ഹിദായത്ത് എന്ന് പറഞ്ഞ് അല്ലാഹു തആല നൽകുന്ന ഒരു വലിയ ദാനമാണ്. തെളിവ് കിട്ടിയതുകൊണ്ടൊന്നും ഒരാൾ നന്നാവില്ല. അല്ലാഹു ഹിദായത്ത് കൊടുത്താൽ യഹ്ദില്ലാഹു ലിനൂരിഹി മൻ യശാ, അല്ലാഹു ഉദ്ദേശിച്ചവർക്ക് അല്ലാഹു നൽകുന്നതാണ് ഹിദായത്ത്. നമ്മൾ എത്ര ശ്രമിച്ചാലും ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിൻ അല്ലാഹു യഹ്ദീ മൻ യശാ, ഹിദായത്ത് സൃഷ്ടിച്ചു കൊടുക്കാൻ ഒരാൾക്കും കഴിയില്ല, ഹിദായത്തിന് കാരണമായി പ്രവർത്തിക്കാനേ കഴിയൂ. ഇന്നക ലാ തഹ്ദീ എന്ന് വേറൊരു സ്ഥലത്ത് ഖുർആനിലുണ്ട്, നബിയെ തങ്ങൾ ഹിദായത്ത് ആക്കും എന്നാണ് അതിന്റെ അർത്ഥം. ഇന്നക ലാ തഹ്ദീ വനാഹിയത്ത് ആക്കൂല എന്ന അർത്ഥം. രണ്ടും തമ്മിൽ എതിരല്ല. സ്വന്തമായി അങ്ങേക്ക് ഒരാളെയും ഹിദായത്താക്കാൻ കഴിയില്ല, അഥവാ ഹിദായത്ത് സൃഷ്ടിക്കാൻ കഴിയില്ല. അതേ സമയത്ത് ഹിദായത്തിന് കാരണമായി അവിടുന്ന് പ്രവർത്തിക്കും. ഇന്നക ലതഹ്ദീ, അങ്ങനെയും ഖുർആനിലുണ്ട്. അപ്പൊ നമ്മൾ എത്ര മണിക്കൂർ പ്രസംഗിച്ചാൽ ഒരാളെ പോലും നന്നാക്കിയെടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. അത് അല്ലാഹുവിന്റെ അടുക്കലുള്ള സംഗതിയാണ്. നമ്മളോട് കൽപ്പിച്ച കാര്യം നമ്മൾ പ്രവർത്തിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മാഷാ അല്ലാഹ്, പേരൂർ ഉസ്താദിന്റെ ഷെയ്ഖുന റോഡ്സിന്റെ ഖുതുബയ്ക്ക് വിവാദമാക്കിയവർക്കെതിരെയുള്ള മറുപടി വന്നിട്ടുണ്ട്. മാഷാ അല്ലാഹ്, ഈ മറുപടി കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും അതിന്റെ ഉത്തരവുണ്ട്. വട്ടൂരി യഹിയ റോഡ്സിനെതിരെയും യഹിയ റോഡ്സിനെ കൊണ്ടുവന്നവർക്കെതിരെയും
പേരോട് ഉസ്താദ് പറഞ്ഞത് മറുപടിയാണ്, പിന്നെ അതിൽ തന്നെ ഉത്തരമുണ്ട് എന്ന് പറഞ്ഞത് എന്തിനാന്ന് മനസ്സിലായില്ല. പോസ്റ്റും കാല് എന്ന് പറയണ്ട, ഒന്നെങ്കിൽ പോസ്റ്റ് എന്ന് അറിയാല്ലേ കാല് എന്ന് പറ. എന്തോന്നാ ചങ്ങായിയെ, കോമാട്ട് ചാലിൽ അബ്ദുള്ള ഇതൊന്നും പഠിപ്പിച്ചു തന്നിട്ടില്ല. നമ്മൾ അതിനകത്ത് വിശദീകരണം നടത്തേണ്ട ആവശ്യമൊന്നുമില്ല. പേരോട് ഉസ്താദ് പറഞ്ഞതൊന്നും വിശദീകരിക്കാൻ നിങ്ങൾ ആയിട്ടില്ല. പോസ്റ്റും കാല് എന്നാണോ പറയേണ്ടത്, അല്ല പോസ്റ്റ് എന്ന് പറഞ്ഞാൽ മതിയോ, കാല് എന്ന് പറഞ്ഞാൽ മതിയോ? ഇത് പഠിക്കാത്ത നിങ്ങളാണോ പേരോട് ഉസ്താദിന്റെ പ്രഭാഷണം വിശദീകരിക്കാൻ നോക്കുന്നത്? ഉസ്താദിൽ പറയുന്നത് ഷെയ്ഖ് റോഡ്സ് വലിയ ഇൽമ് കുറഞ്ഞ ആളാണ്, ഇസ്ലാമായി വന്നവരാണ്, അപ്പോൾ അവർക്ക് അറിയില്ല. പേരോഡ്സാന്റെ പ്രസംഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകട്ടോ. ഇതൊന്നും മനസ്സിലാകാതെയാണ് നിന്റെ നേതാവ് വട്ടൂരി നൗഷാദ് കുറെ ചലച്ചു പോയത്. ഇംഗ്ലീഷ് ഖുതുബ ഏതർത്ഥത്തിൽ ശരിയായില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജുമുഅ ബാത്തിലല്ലേ? ജുമുഅ എല്ലാ വെള്ളിയാഴ്ചയും ബാത്തിലാക്കിയ ആള് ഫാസിഖല്ലേ? അതുപോലെ സുന്നികളുടെ പേരിൽ നടത്തപ്പെടുന്ന ഒരു സമ്മേളനത്തിൽ ഒരിക്കലും വഹാബി ഉദ്ഘാടനം ചെയ്യാൻ പാടില്ല എന്നത് എല്ലാവർക്കും അറിഞ്ഞൂടെ? എവിടെ ലാസ്റ്റ് അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്നു ആരെ? യഹിയ റോഡസിനെ. യഹിയ റോഡസിനെ കുറിച്ച് നമുക്കൊന്നും പറയാനില്ല കേട്ടോ, അയാൾ അമേരിക്കക്കാരനാണ്, അദ്ദേഹവുമായിട്ട് നമുക്കൊരിടപാടില്ല. എന്റെ വിഷയം അതല്ല. അപ്പൊ അവർക്ക് അറിയില്ല ഇത് മലയാളത്തിലാണ് ഖുതുബ ഓതേണ്ടത്, ഏത് ഭാഷയിലാണ് ഓതേണ്ടതെന്ന് അറിയത്തില്ല. അപ്പൊ അവർ അറിയാതെ ഓതിപ്പോയത് കൊണ്ട് നമ്മൾ അയാളെ കുറിച്ച് മോശം ചിന്തിക്കാൻ പാടില്ല. വട്ടൂരികളെ നിങ്ങൾ പൂർണ്ണമായിട്ട് വഹാബിയായോ? മലയാളത്തിൽ ഖുതുബ ഓതണം എന്നാ നിങ്ങൾ പറയുന്നത്. ഞങ്ങൾ സുന്നികൾ പറയുന്നത് എന്താ അറിയോ, അറബിയിലാണ് ഖുതുബ നിർവഹിക്കേണ്ടത്. മനസ്സിലായ വട്ടൂരികളെ? നിങ്ങൾ പറ്റപ്പേച്ചു അല്ലേ? അപ്പൊ നല്ലത് ചിന്തിച്ചുകൊണ്ട് അദ്ദേഹത്തിന് തെറ്റ് പറ്റിയതാണ് എന്ന നിലയ്ക്ക് ഇത് പരസ്യമായി ഒന്നും പറയാതെ, ആളുകളെ കബളിപ്പിക്കാതെ രഹസ്യമായി അദ്ദേഹമായിട്ട് സംസാരിച്ച തീരാവുന്ന വിഷയമുള്ളൂ എന്ന നിലയ്ക്ക് ഒരു ധ്വനിയുണ്ട് അതിൽ. അപ്പം ആര് ഇനി ഈ ഷെയ്ഖ് റോഡ്സിന്റെ വിഷയം ചർച്ച ചെയ്യരുത്, കാരണം അത് പേരോട് ഉസ്താദ് പ്രസംഗിച്ച് അവസാനിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും പേരോട് ഉസ്താദ് വളരെ വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നൗഷാദ് മനസ്സിലാകാതെ ചലച്ചതാണ് എന്ന് വട്ടൂരിയായ നിനക്കെങ്കിലും ബോധ്യപ്പെട്ടല്ലോ. പിന്നെ പേരോട് ഉസ്താദ് പറഞ്ഞൊരു വിഷയമുണ്ട്, സുന്നത്ത് ജമാഅത്ത് ചെയ്ത് ജമാഅത്ത് വിശ്വസിച്ചു പോരുന്ന ഒരാൾ ചുഴിഞ്ഞന്വേഷിക്കരുത്, അയാളെ നല്ലത് മാത്രം വിചാരിക്കണം അയാളെ കുറിച്ച്, അങ്ങനെ ചുഴിഞ്ഞന്വേഷിക്കാൻ പാടില്ല എന്ന് പേരോട് ഉസ്താദ് ആയത്തോതിയ പറയുന്നത്. അതിലെന്താ സംശയം? പേരോട് ഉസ്താദ് പറയുന്ന ആ വിഷയം ഒന്ന് കേൾക്കട്ടെ. ഇങ്ങനെ ഒരാളെ കുറിച്ച് നല്ലത് വിശ്വസിക്കണം, നമ്മൾ കൂടുതൽ ചിന്തിക്കാൻ പാടില്ല, നുഴഞ്ഞു കയറരുതെന്ന് പറയുമ്പോൾ CM വലിയുള്ളാഹി ഫ്ലൈറ്റ് നിയന്ത്രിക്കുന്നു എന്ന് ഒരു ഉസ്താദ് പ്രസംഗിച്ചപ്പം ആ ഉസ്താദിനെ കുറിച്ച് നല്ലത് ചിന്തിച്ചിട്ട് ആ ഉസ്താദിനെ ഫോൺ ചെയ്ത് പറഞ്ഞാൽ പോരായിരുന്ന പേരോട് ഉസ്താദ് പരസ്യമായി ആ ഉസ്താദിനെ മൈക്കിലൂടെ സ്റ്റേജ് കെട്ടി പേരോട് ഉസ്താദ് അവഹേളിച്ചത് ശരിയാണോ? സംശയമാണ് കേട്ടാ. നമ്മുടെ ഗ്രൂപ്പ് ആയതുകൊണ്ട് ഞാനിത് പറയുന്നേ, വോയിസ് പുറത്തു പോണ്ട. വട്ടൂരി, നിനക്ക് സംശയം ഉണ്ട് എന്ന് പറഞ്ഞപ്പോ ഒന്നിങ്ക കാല് അല്ലെ പോസ്റ്റ് എന്ന് പറയേണ്ടതിന് പകരം പോസ്റ്റും കാല് എന്നാണ് പറഞ്ഞതെങ്കിലും ഒരിച്ചിരി വിവരം, ഒരിച്ചിരി ബുദ്ധി, ലേശർ ഉൾപ്പ് നിനക്കുണ്ടാവും ഞാൻ വിചാരിച്ചു. നോക്കുമ്പോ ഒന്നുമില്ല, അന്തമില്ല, കുന്തമില്ല. പേരോട് ഉസ്താദ് എന്താ പറഞ്ഞത്? ഒരാളെ കുറിച്ച് ചുഴിഞ്ഞ് അന്വേഷിക്കാനും പാടില്ല, ആ അന്വേഷണത്തിൽ കിട്ടിയ വിവരം പുറത്തു പറയാനും പാടില്ല. ഇതാണ് പേരോട് ഉസ്താദ് പറഞ്ഞത്. എന്നാൽ CM വലിയുള്ളാഹിയാണ് വിമാനം നിയന്ത്രിക്കുന്നത് എന്നൊരാൾക്ക് വിശ്വാസമുണ്ടെന്ന് പേരോട് ഉസ്താദ് അയാളെടുത്തു പോയി ചുഴിഞ്ഞന്വേഷിച്ചതല്ല, അയാൾ പരസ്യമായിട്ടാണ് പ്രസംഗിച്ചത്. അങ്ങനെയാണ് വഹാബികൾ അതിനെ ട്രോൾ ചെയ്ത്. CM വലിയുള്ളാഹിക്ക് വിമാനം നിയന്ത്രിക്കാൻ കഴിയുമെങ്കിൽ ഇവിടെയുള്ള പ്രശ്നങ്ങൾ എന്തുകൊണ്ട് പരിഹരിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മടവൂർ ഷെയ്ഖിനെ മോശപ്പെടുത്തിയത്. അതുമൂലം വഹാബികൾ ഒരുപാട് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പിഴച്ച വഹാബിസത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് ഭയപ്പെട്ടപ്പോഴാണ് പരസ്യമായി പറഞ്ഞതിനെ പരസ്യമായി തന്നെ പേരോട് ഉസ്താദ് ജനങ്ങളോട് ബോധ്യപ്പെടുത്തി കൊടുത്തത്. അല്ലാതെ പേരോട് ഉസ്താദിന്റെ ചെവി പറഞ്ഞതുമല്ല. ചുഴഞ്ഞന്വേഷിക്കലും പരസ്യമായി പറയലും എന്താണെന്നറിയാത്ത മരപ്പൊട്ടനായി പോയല്ലോ വട്ടൂരി. നിന്നെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നിന്റെ നേതാക്കന്മാര് പ്രാർത്ഥിച്ചത് നിന്നെ പോലത്തവരെ കഴുതകളാക്കണേ എന്നാണ്. അതിന് ആമീൻ പറഞ്ഞവനാണ് നീ. അപ്പൊ പിന്നെ ഇങ്ങനല്ലാതെ പറയാതിരിക്കാൻ കഴിയില്ല. സുന്നിയായി ജീവിച്ച് എല്ലാ മധുഗാനം പാടിക്കൊണ്ടിരുന്ന ഒരു ഉസ്താദിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, ആ ഉസ്താദ് യാ ഹുസൈൻ എന്നൊരു പാട്ട് ഒരാള് പേരോട് ഉസ്താദിന് മിക്കവാറും ഈ വണ്ടിയിൽ ഇരിക്കുമ്പോഴാണ് ഓരോരുത്തർ കേൾപ്പിച്ചു കൊടുക്കുന്നത്. കാരണം ഇന്ന് ഞാൻ വന്നപ്പോൾ
എന്നെ ഒരാൾ കേൾപ്പിച്ചു യാ ഹുസൈൻ എന്നുള്ള പാട്ട്, ഉടനെ തന്നെ പരസ്യമായി ഉസ്താദ് പുറത്തുവർക്കാണ്. അത് തെറ്റാണ്, ഷിയാക്കടെ പരിപാടിയാണ്. എന്നാ ഇവിടെ ഷെയ്ഖ് റോഡ്സിന്റെ വിഷയം വരുമ്പോൾ നമ്മൾ നല്ലത് ചിന്തിക്കണം. ഖുർആൻ അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. അയാളുടെ വ്യക്തി ജീവിതം നോക്കാൻ പാടില്ല. നമ്മൾ സുന്നിയാണെന്ന് നമുക്കറിയാവുന്ന ആളെ കുറിച്ച് നമ്മൾ നല്ലതേ ചിന്തിക്കാവൂ. പക്ഷെ യാ ഹുസൈൻ എന്നുള്ള പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ അവിടെ ചിന്തിക്കാൻ പാടില്ല. അത് വേറെ. എന്താണ് പേരോട് സാറേ നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങൾക്ക് വല്ലതും മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ഗ്രൂപ്പായതുകൊണ്ട് ഞാൻ പറഞ്ഞോട്ടെ, വോയിസ് പുറത്തു പോകണ്ട. എന്തായാലും ഇതിന് തീരുമാനമായിട്ടുണ്ട്. ഇനി ആരും ഈ വിഷയം മിണ്ടരുത്. ഷെയ്ഖ് റോഡസിന്റെ ആരും തീരുമാനമുണ്ട്. ഓക്കെ, അസ്സലാമു അലൈക്കും. വീണ്ടും വിവരക്കേട്. വട്ടൂരി ആ പാട്ട് പാടിയത് പരസ്യമായിട്ടാണ്, അല്ലാതെ നിന്റെ വട്ടൂരി നൗഷാദ് ചുഴഞ്ഞന്വേഷിക്കുന്നത് പോലെ അന്വേഷണം നടത്തിയിട്ട് യഹിയ റോഡ്സ് വഹാബിയാണെന്ന് പച്ചക്കള്ളം പറഞ്ഞതല്ല പേരോട് ഉസ്താദ്. നേരെ മറിച്ച് പരസ്യമായി യൂട്യൂബിലും അല്ലാതെയും കേട്ട പാട്ട് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടപ്പോ പേരോട് ഉസ്താദ് അത് തെറ്റാണെന്ന് പറഞ്ഞു. അതൊരു പണ്ഡിതന്റെ ബാധ്യതയാണ്. അല്ലാതെ നിന്റെ നൗഷാദ് വട്ടൂരി പല ആളുകളെയും ഫോണിൽ വിളിച്ച് പലതും ചുഴിഞ്ഞന്വേഷിച്ച് അവർ പറഞ്ഞത് പലതും കട്ട് ചെയ്ത് അവർ ഉദ്ദേശിക്കാത്ത വിധത്തില് ക്ലിപ്പാക്കി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പുറത്തുവിടുന്ന ശൈലിയല്ല പേരോട് ഉസ്താദ് സ്വീകരിച്ചിട്ടുള്ളത്. പരസ്യമായി പറഞ്ഞതിനെ പരസ്യമായി അതിന്റെ തെറ്റ് ചൂണ്ടിക്കാണിച്ചു. അവരുടെ നന്മയും സമുദായത്തിന്റെ നന്മയും ഉദ്ദേശിച്ചുകൊണ്ടാണ്. അത് നിനക്ക് മനസ്സിലാവാതെ പോയത് കോമാട്ടുചാലിൽ അബ്ദുള്ളയുടെ മൂത്രം കസ്തൂരിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് അത് വലിച്ചു കുടിച്ച് ഞങ്ങളെ കഴുതകളാക്കണേ എന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ബുദ്ധി നഷ്ടപ്പെട്ടത് കൊണ്ടാണ്. അതൊക്കെ വലിച്ചെറിഞ്ഞ് കഴുത പ്രാർത്ഥനയിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് യഥാർത്ഥ സുന്നി ആയാലേ പേരോട് ഉസ്താദിന്റെ പ്രഭാഷണം മനസ്സിലാവുള്ളൂ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.